നിങ്ങൾക്ക് റോൾ മോഡൽ ഉണ്ടോ? നിങ്ങളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? നമ്മൾക്ക് പലർക്കും റോൾ മോഡലുകൾ ഉണ്ടാകാറുണ്ടല്ലേ. വലിയ മഹാന്മാരുടെ പേരൊക്കെ ആയിരിക്കും ആ ഒരു ചോദ്യത്തിനായി ഉത്തരമായിട്ട് ഇടം പിടിക്കുന്നത്. എന്നാൽ രാജ്യങ്ങൾക്കിടയിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. അതെ, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അവരുടെ റോൾ മോഡൽ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ രാജ്യത്തിന്റെ പേരാണ് ഉയർന്നു കേൾക്കാനാകുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന വാർത്തകളൊന്നും അല്ല കേട്ടോ. വിശദമായി തന്നെ നമുക്ക് വാർത്ത പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. 2026 ഇന്ത്യക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു വർഷമാണ് എന്നത് ഞാൻ എല്ലാ വാർത്തയിലും പറയാറുള്ളതാണ്. ഇവിടെയും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനം കൊള്ളാവുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു മോഡൽ കടമെടുത്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം. എന്താണ് സംഭവമെന്ന് സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ചൈനയുടെ പ്രധാന അയൽക്കാരനായ വിയറ്റ്നാമിനെ കുറിച്ചാണ് വാർത്ത. ചൈനയ്ക്കെതിരായി വിയറ്റ്നാം കോപ്പി ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്. എങ്ങനെയാണെന്നാൽ ദക്ഷിണ ചൈന കടലിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിയറ്റ്നാമിൽ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് വിയറ്റ്നാം അവരുടെ വ്യോമസേന വിപുലീകരണത്തിന്റെ ഭാഗമായി 5 ദസോ റഫേൽ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ചൂട് പിടിച്ച് നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ദീർഘനാളായി റഷ്യൻ യുദ്ധവിമാനങ്ങളാണ് വിയറ്റ്നാം എയർഫോഴ്സിന് കരുത്തു പകർന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫ്രഞ്ച് നിർമ്മിത റഫേലുകൾ സ്വന്തമാക്കാനുള്ള ലക്ഷ്യം വിയറ്റ്നാം എടുത്തത് വലിയൊരു ചുവടുമാറ്റത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഇനി ഈ വാർത്തയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസക്തി എവിടെയാണെന്ന് പറഞ്ഞു തരാം. വിയറ്റ്നാമിന്റെ ഒരു വലിയ നീക്കം നമ്മുടെ രാജ്യത്തെ കണ്ടിട്ട് തന്നെയാണ് എന്ന് എടുത്തു പറയാം. അതെ, അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമ്മുടെ രാജ്യം നടത്തിയ ഓരോ നീക്കങ്ങളും ലോകം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ ഓരോ സ്ട്രൈക്കുകളും ആഴത്തിൽ തന്നെ ഇഴകേറി പരിശോധിച്ച് മനസ്സിലാക്കി വിയറ്റ്നാം ഇപ്പോൾ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പ്രതിരോധ സംവിധാനം വാർത്തെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ലോകരാജ്യങ്ങൾ ഇന്ത്യയെ റോൾ മോഡൽ ആക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു എന്നതാ. ശരിക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യൻ മോഡൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ പ്രശസ്തിയും വലിയ അഭിമാനവും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ 114 അധിക റഫേൽ ജെറ്റുകൾ വാങ്ങാനുള്ള പദ്ധതിയിലുമാണ്. ഇത് 3.25 ലക്ഷം കോടി രൂപയുടെ വമ്പൻ കരാറാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ചൂടുപിടിച്ച ചർച്ചകളൊക്കെ ഈ ഒരു ഏറ്റെടുക്കലുമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെഗാ കരാറിനെ കുറിച്ചുള്ള ഫ്രാൻസുമായുള്ള ചർച്ചകൾ ഇമാനുവൽ മാക്രോൺ നമ്മുടെ രാജ്യം സന്ദർശിക്കുന്ന വേളയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്കെതിരായി പ്രതിരോധ സംവിധാനങ്ങൾ സംഭരിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ തിരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയും ഇടം പിടിച്ചിട്ടുണ്ടെന്നത് അഭിമാനത്തോടു കൂടി തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഇനി ദിശയുടെ അടിസ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ ഇന്ത്യയും, അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഭാഗത്ത് വിയറ്റ്നാമും, അതുപോലെ തന്നെ തെക്കൻ ഭാഗത്തായി ഇന്തോനേഷ്യയും തങ്ങളുടെ റഫാൽ ജെറ്റുകളുമായി ചൈനയ്ക്കെതിരായുള്ള പ്രതിരോധം തീർക്കുമെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.